എല്ലാവർക്കും നമസ്കാരം. CNN UP സോഷ്യൽ സയൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ യൂണിറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും. ഇതിലെ 5ാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇതിൽ നമ്മൾ കാണുന്നത് ലിറ്ററേച്ചർ അഥവാ സാഹിത്യ രംഗത്ത് മധ്യകാലഘട്ടത്തിൽ എന്തൊക്കെ പുരോഗതിയാണ് ഉണ്ടായത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം. മധ്യകാലഘട്ടത്തിലെ സാഹിത്യം പ്രധാനമായി അതിൻ്റെ പുരോഗതി 2 പ്രസ്ഥാനങ്ങളിലൂന്നിയായിരുന്നു. അതിൽ ഒന്ന് ഭക്തി പ്രസ്ഥാനം, ഭക്തി മൂവ്മെൻറ്റ്, അടുത്തത് സൂഫി പ്രസ്ഥാനം. ഈ 2 പ്രസ്ഥാനങ്ങളെ അധിഷ്ഠിതമായാണ്, ഇതിനെ ആധാരമാക്കിയാണ് അക്കാലത്തെ മധ്യകാലഘട്ടത്തിലെ സാഹിത്യത്തിൻ്റെ വളർച്ച പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇതിലോരോന്നും നമുക്ക് പ്രത്യേകമായി ഒന്ന് നോക്കാം. ഭക്തി പ്രസ്ഥാനം, എവിടെയാണ് ഭക്തി പ്രസ്ഥാനം വന്നത്? ദക്ഷിണേന്ത്യയിലാണ് ഭക്തി പ്രസ്ഥാനം വികാസം പ്രാപിച്ചത്. ഭക്തി മൂവ്മെൻറ്റ് ഫോംഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്നാൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് എന്നെല്ലാം നമ്മൾ മുൻപ് തന്നെ കണ്ടു കഴിഞ്ഞതാണ്. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയുമായിരുന്നു ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം. ആ ഒരു പേരിൽ തന്നെയുണ്ട് അല്ലേ, ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും. ഡീപ്പ് ലവ് ആൻഡ് ഡിവോഷൻ ടുവേർഡ്സ് ഗോഡ്, അതാണ് ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൽ 2 വിഭാഗങ്ങളാണ് ഉള്ളത്, 2 സ്ട്രീംസ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ദ ഫസ്റ്റ് വൺ ഇസ് നായനാർമാർ ആണ് ആദ്യത്തെ വിഭാഗം. രണ്ടാമത്തേത് ആഴ്വാർസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇങ്ങനെ 2 വിഭാഗങ്ങളാണ് ഭക്തി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ നായനാർസ് ശൈവൈറ്റ്സ് ആയിരുന്നു, ശിവഭക്തന്മാരായിരുന്നു ഇവർ. ആഴ്വാർമാരാകട്ടെ വിഷ്ണു ഭക്തരായിരുന്നു. ഇങ്ങനെ 2 വിഭാഗമായിരുന്നു, 2 സ്ട്രീംസ് ആയിരുന്നു ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഭക്തി പ്രസ്ഥാനം ഉണ്ടായിരുന്നത്. പക്ഷേ തുടക്കത്തിൽ ദക്ഷിണേന്ത്യയിലാണ് തുടക്കം ഭക്തി പ്രസ്ഥാനത്തിൻ്റേത്. അത് കഴിഞ്ഞ് ഉത്തരേന്ത്യയിലേക്കും അത് വ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൽ 2 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്, നായനാർസ്, ആഴ്വാർസ്. ശിവഭക്തരും വിഷ്ണു ഭക്തരും. ശൈവൈറ്റ്സ്, നായനാർസ്, അവർ എഴുതുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശിവനെ കുറിച്ചായിരിക്കും. ശിവൻ്റെ പുരാണങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാമാണ്, ശിവൻ്റെ കഥകളും എല്ലാമാണ്. അവരുടെ എഴുതുന്ന ഏതാണോ ഒരു പോയം, കവിതയായാലും മറ്റ് എന്ത് കാര്യമായാലും അതായിരിക്കും അതിൻ്റെ തീം അഥവാ കാതൽ, അതായിരിക്കും. വിഷ്ണു ഭക്തർ എഴുതുന്നതോ വിഷ്ണുവിൻ്റെ കാര്യങ്ങളായിരിക്കും, വിഷ്ണുവിനെ കുറിച്ചുള്ള കഥകളും കാര്യങ്ങളും ആയിരിക്കും ആഴ്വാർമാർ എഴുതുന്നത്. ഇങ്ങനെ 2 വിഭാഗങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നത്. 14ാം നൂറ്റാണ്ടോടുകൂടി ഈ ആശയം, അതായത് ഈ ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിച്ചു. മുൻപ് പറഞ്ഞിരുന്നത് ഓർക്കുക, ദക്ഷിണേന്ത്യയിലാണ് ഇത് തുടങ്ങിയത്. പിന്നീട് 14ാം നൂറ്റാണ്ടോടെയാണ് ഉത്തരേന്ത്യയിലേക്ക് ഇത് വ്യാപിച്ചത്. ഐഡിയൽസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്, അതിൻ്റെ ആശയം എന്താണോ, അതായത് ഈ ഭക്തിയിൽ ഊന്നിക്കൊണ്ടുള്ള സാഹിത്യം, ആ ഒരു ആശയം സ്പ്രെഡ് ടു നോർത്ത് ഇന്ത്യ ബൈ ദ 14th century. ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകർ ആരൊക്കെയാണ്? ഇതിൻ്റെ പ്രൊപ്പഗേറ്റേഴ്സ്, ഇംഗ്ലീഷിൽ നമ്മൾ പറയുക പ്രൊപ്പഗേറ്റേഴ്സ് എന്നാണ്. ഉത്തരേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകർ ഇവരായിരുന്നു. ഒന്ന് ഗുരു നാനാക്ക്, കബീർദാസ്, സൂർദാസ്, തുളസീദാസ്, തുക്കാറാം, മീരാബായ്, ചൈതന്യ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവ് വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി എന്നാണ് പറയുന്നത്. കാരണം
ആ ഓരോ ഭാഷകളിലും ആളുകൾ എഴുതാനായിട്ട് തുടങ്ങി. ഭക്തി മൂവ്മെൻറ്റ് സ്ട്രെങ്തൻ ദ വെർണാക്കുലേഴ്സ്. ആ വാക്ക് നമുക്ക് പുതിയതാണ്. വെർണാക്കുലേഴ്സ് എന്നാൽ ഓരോ പ്രദേശത്തെയും ഭാഷ, പ്രാദേശിക ഭാഷകൾ. കേരളമാണെങ്കിൽ മലയാളം, അതുപോലെ തമിഴ്നാടാണെങ്കിൽ തമിഴ്, അങ്ങനെയുള്ള ഓരോ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. അതായത് പ്രാദേശിക ഭാഷകളിലാണ് കവിതകൾ അവർ രചിച്ചത്. ദ പോയറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ. കോമൺ പീപ്പിൾ എന്നാൽ സാധാരണക്കാരൻ. പോയറ്റ്സ് എന്നാൽ നമുക്കറിയാവുന്നതാണ് കവികൾ. ആ കവികൾ, ദ പോയറ്റ്സ് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ്, ദേ റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ. ഇതാണ് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായത്. ഇറ്റ് സ്റ്റിമുലേറ്റഡ്, കൂടുതൽ ആക്കം കൂട്ടി, ഒന്ന് ബൂസ്റ്റ് ചെയ്തു കൊടുത്തു, വീണ്ടും ഒന്ന് അതിന് സ്പീഡ് ചെയ്തു കൊടുത്തു. എന്തിന് സ്പീഡ് ചെയ്തു കൊടുത്തു? ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ റീജിയണൽ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കുറെ കൂടി ആക്കം കൂട്ടി എന്നാണ് പറയുന്നത്. ഇങ്ങനെ വികാസം പ്രാപിച്ച ഭാഷകൾ ഏതൊക്കെയാണ് എന്ന് ഒരു ലിസ്റ്റ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. റീജിയണൽ ലാംഗ്വേജസ്. ഇങ്ങനെ ഭക്തി പ്രസ്ഥാനത്തിലൂടെ വികാസം പ്രാപിച്ച ഭാഷകൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. മലയാളം, തെലുങ്ക്. തെലുങ്കിനെ നമ്മൾ ഇംഗ്ലീഷിൽ തെലുഗു എന്നാണ് എഴുതുക. കന്നഡ, മറാഠി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി. ഇത്രയും ഭാഷകൾ ഭക്തി പ്രസ്ഥാനത്തിലൂടെ കൂടുതൽ വികാസം പ്രാപിച്ച ഭാഷകളാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഷകളും ഇത് ഓരോ പ്രദേശത്തെയും ഭാഷയാണ്, സാധാരണക്കാരൻ്റെ ഭാഷയാണ്. ഈ ഭാഷകളിൽ കൂടുതൽ സാഹിത്യ സൃഷ്ടികൾ, ഭക്തിയുമായി ബന്ധപ്പെട്ട സാഹിത്യ സൃഷ്ടികൾ കൂടുതൽ എണ്ണം വന്നു. അങ്ങനെ ആ ഭാഷ വികാസം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. The names of some major literary works in regional languages and their authors. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രധാനപ്പെട്ട പ്രാദേശിക ഭാഷകളിലുണ്ടായ സാഹിത്യകൃതികൾ. കുറച്ചെണ്ണം മാത്രമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അവയുടെ രചയിതാക്കളുടെയും പേരുകൾ നമുക്ക് ഇനിയൊന്ന് നോക്കാം. ഇംഗ്ലീഷ് മീഡിയം ബുക്കുകളിലും ഇതേപോലെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതിലെ ഓരോന്നും നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ്. പരീക്ഷകൾക്ക് ഓരോന്നിൻ്റെയും കൃതികളുടെ പേരും അത് എഴുതിയ ആളുകളുടെ ഓതേഴ്സ് ആരാണ്, അതിൻ്റെ കർത്താവ് എന്നുള്ളതും ചോദിക്കാറുള്ളതാണ്. ഓരോന്നായി നമുക്ക് നോക്കാം. മറാത്തിയിൽ മറാത്തി ഭാഗവതം ഏകനാഥ് എന്ന വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. മറാത്തി ഭാഗവതം. അതുപോലെ ഗുജറാത്തിയിൽ ഗുജറാത്തി ഭാഗവതം. പ്രേമാനന്ദയാണ് അതിൻ്റെ സൃഷ്ടാവ്. തമിഴ് ഇരാമാവതാരം, അതിനെ ഒരു പേര് കൂടി പറയുന്നു, കമ്പരാമായണം. കാരണം എന്താണ്? കമ്പർ എന്ന വ്യക്തിയാണ് അത് എഴുതിയിരിക്കുന്നത്, കമ്പർ എന്ന കവിയാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കമ്പരാമായണം എന്നുള്ള ഒരു പേര് കൂടി അതിന് ഉണ്ട്. ഇരാമാവതാരം എന്നാണ് ശരിയായ പേര്. മലയാളത്തിൽ അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ, നമുക്ക് കുറെ കൂടി പരിചിതമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം. ഹിന്ദിയിൽ രാമചരിതമാനസം, തുളസീദാസാണ് അത് എഴുതിയിരിക്കുന്നത്. കന്നഡയിൽ വിക്രമാർജുന വിജയം, പമ്പയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പമ്പ ഭാരതം എന്ന ഒരു പേരുകൂടി അതിന് കൊടുത്തിരിക്കുന്നു. തെലുങ്കിൽ മഹാഭാരതം, നന്നയ്യയാണ് അത് എഴുതിയിരിക്കുന്നത്. ഒഡീഷയിലെ ഭാഷയാണ് ഒഡിയ മഹാഭാരതം, സരളദാസയാണ് അതിൻ്റെ കർത്താവ്. ബംഗാളി രാമായണം, കൃതിവാസയാണ് അതിൻ്റെ കർത്താവ്. അപ്പോൾ ഇത്രയും എണ്ണം ആ കൃതികളുടെ പേരും എഴുതിയ ആളുകളുടെ പേരും ഏതാണ് ഭാഷ എന്നതും നമ്മൾ നന്നായി ഹൃദയസ്ഥമാക്കേണ്ടതുണ്ട്. ഒരുവിധം എല്ലാ ചോദ്യ പേപ്പറിലും ഒരു മാർക്കിൻ്റെ ചോദ്യം നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാവുന്നതാണ്.
നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളും കൃതികളും സാഹിത്യകാരന്മാരും. അതായത് തൊട്ട് മുൻപ് കണ്ട ആ പദസൂര്യനിലെ നമ്മൾ കണ്ട ഓരോ ഭാഷകളിലും ഉള്ള കൃതികൾ ഇതുപോലെ ഒരു പട്ടിക രൂപത്തിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ തയ്യാറാക്കി വയ്ക്കുക. ഇനി അടുത്ത പ്രസ്ഥാനം നമ്മൾ പറഞ്ഞിരുന്നു, ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് കുറച്ചുകൂടി നോക്കാം. ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സൂഫികൾ എന്ന് പറയുന്നു. സൂഫീസ് റിജക്റ്റഡ് ലക്ഷൂറിയസ് ലൈഫ്. കൂടുതൽ ആർഭാടമായിട്ടുള്ള ജീവിതം അവർ വേണ്ട എന്ന് വെച്ചു. ആൻഡ് ഗേവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ്. ദൈവത്തിലാണ് അവർ എല്ലാം അർപ്പിച്ചത്. ആത്മീയ ജീവിതത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടായത് എന്ന് കൊടുത്തിരിക്കുന്നു. ദ ടേം എന്നാൽ പദം, വാക്ക് എന്നർത്ഥം. ടേം സൂഫിസം വാസ് ഡിറൈവ്ഡ് ഫ്രം ദ അറബിക് വേർഡ് സൂഫ്. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, അതുപോലെ നിസാമുദ്ദീൻ ഔലിയ, ഇവരായിരുന്നു സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകർ. ഇവരുടെ പേരുകൾ നമ്മൾ പഠിക്കുക. സൂഫി പ്രസ്ഥാനം ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാനമായ പങ്കുവഹിക്കുകയുണ്ടായി. It played a major role in the development of the Urdu language. ഇനി ഏതൊക്കെ ഭാഷകളിൽ നിന്നാണ് ഉറുദു ഭാഷ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഉറുദു ഭാഷ ഉണ്ടായത് ഒരു ഹൈബ്രിഡൈസേഷൻ കാരണമാണ്. ഹൈബ്രിഡൈസേഷൻ എന്നാൽ എന്താണ്? പല ഭാഷകളുടെയും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുതുതായി ഒരു ഭാഷ ഉണ്ടാകുകയാണ് ചെയ്തത്. ഉറുദു ഭാഷ ഉണ്ടായിരിക്കുന്നത് അറബി, പേർഷ്യൻ, ഖഡീബോലി ബ്രിഡ്ജ് ഇവ രണ്ടും ഒരു പ്രാചീന ഹിന്ദിയുടെ പ്രാചീന രൂപങ്ങളാണ് ഖഡീബോലി എന്നത്. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, മലയാളവും ഒരു 200 വർഷം മുമ്പ് മലയാളത്തിൻ്റെയും ഒരു രൂപം ഇതുപോലെ ആയിരുന്നില്ല. നമ്മൾ പറയുന്നത് ഇതുപോലെ ആയിരുന്നില്ല. പണ്ടത്തെ മലയാളമായിരുന്നു. അതുപോലെ നമ്മൾ പറയുന്ന ഹിന്ദിക്കും പണ്ടത്തെ ഓരോ പ്രദേശങ്ങളിലും വ്യത്യാസമുണ്ട്. ബ്രിഡ്ജ്, ഖഡീബോലി ഇവ രണ്ടും പ്രാചീനമായിട്ടുള്ള ഹിന്ദിയുടെ പണ്ടത്തെ ഒരു രീതിയാണ് ഖഡീബോലിയും ബ്രിഡ്ജും. ഇങ്ങനെ ഈ 4 ഭാഷകളും കൂടിച്ചേർന്നാണ് ഉറുദു ഭാഷ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിലും ചെറുതായിട്ടൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഉറുദു ലാംഗ്വേജ് ഇറ്റ് ഈസ് എ ഹൈബ്രിഡൈസേഷൻ ഫ്രം അറബിക്, പേർഷ്യൻ ആൻഡ് ദ ഇന്ത്യൻ ലാംഗ്വേജസ് ഹിന്ദി ആൻഡ് സാൻസ്ക്രിറ്റ്. സംസ്കൃതത്തിൻ്റെ പേര് കൂടി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് മലയാള മീഡിയം പുസ്തകത്തിൽ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിനനുസരിച്ച് ആ പോയിന്റ് പഠിക്കുക. ഇനി മധ്യകാലഘട്ടത്തിൽ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഭാഷയിലേക്കാണ്? പേർഷ്യൻ ഭാഷകളിലേക്ക്. നമ്മുടെ നാട്ടിലെ ഭാരതത്തിലെ പല കൃതികളും, പ്രത്യേകിച്ച് നമ്മുടെ സംസ്കൃതത്തിലും മറ്റുമുള്ള കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറുടെ കാലത്ത് തർജ്ജമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു വകുപ്പ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അക്കാലത്ത് രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ അനേകം സംസ്കൃത കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. ഉപനിഷത്തുകളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? വ്യക്തി ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാ ഷുക്കോ. ഇതും ചോദ്യം നമുക്ക് വരാറുള്ളതാണ്. ദാരാ ഷുക്കോ, ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാ ഷുക്കോ ആണ് ഉപനിഷത്തുകളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. ഇന്ത്യയുടെ സംസ്കാരവും വിജ്ഞാനവും അന്യദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൽ ഈ പരിഭാഷകൾക്ക് പ്രധാനമായ പങ്കുണ്ടായിരുന്നു. ഈ തർജ്ജമകൾ നല്ല ഒരു കാര്യമല്ലേ? കാരണം മറ്റുള്ള ഭാഷകളിൽ കൂടി നമ്മുടെ സംസ്കാരവും നമ്മുടെ നാട്ടിലുള്ള അറിവും മറ്റുള്ള ദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അങ്ങനെ പുറം നാടുകളുമായിട്ടുള്ള സാംസ്കാരിക വിനിമയത്തിന് ഇത് വഴിയൊരുക്കി. ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ ഒരു സൂഫി പ്രസ്ഥാനം സാംസ്കാരിക വിനിമയത്തിന് വഴിയൊരുക്കിയത് എന്നുള്ളത്? ഈ ഒരു പാരഗ്രാഫ് തന്നെയാണ് അതിൻ്റെ ഉത്തരമായി നമ്മൾ എഴുതേണ്ടത്. ഇനി അതൊന്ന് ഇംഗ്ലീഷിൽ നോക്കാം. Several books were translated into Persian during the medieval period. So, during the medieval period,
വേരിയസ് ബുക്സ്, സെവറൽ ബുക്സ്, ഒരുപാട് പുസ്തകങ്ങൾ they were translated into Persian language. A department exclusively for the translation functioned during the reign of the Mughal Emperor Akbar. So Mughal Emperor Akbar maintained a separate department for this translation work only. Many Sanskrit texts, including the Ramayana and Mahabharata, were translated into Persian during that period. It was Dara Shukko. Now just note that spelling of Dara Shukko, the son of Shah Jahan. Shah Jahan's putranaya Dara Shukko. He translated which texts? He translated Upanishads, Atharva Veda into which language? Persian language. The translations played a major role in spreading the knowledge and culture of India to other parts of the വേൾഡ്. നമ്മുടെ നാട്ടിലെ സംസ്കാരവും അറിവും എല്ലാം തന്നെ മറ്റുള്ള ഭാഗത്തേക്ക് അതർ പാർട്സ് ഓഫ് ദ വേൾഡ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രാൻസ്ലേഷൻസ് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇറ്റ് ലെഡ് ടു ദ കൾച്ചറൽ എക്സ്ചേഞ്ച് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. സോ യു ക്യാൻ ഹാവ് എ question here. It led to the cultural exchange. The cultural exchange with the rest of the world happened during the medieval period. How it happened? So this is our question. It led to how the Sufism led to cultural exchange with the rest of the world, and your answer is this paragraph itself. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം പുതിയ ഒരു യൂണിറ്റുമായി. നന്ദി.